രാജ്യാന്തര തുറമുഖത്ത് യാർഡിന് പുറത്തേക്കുള്ള കണ്ടെയ്നർ നീക്കങ്ങൾക്കായി റീപ് സ്റ്റാക്കർ എന്ന പുതിയ തരം മൊബൈൽ ക്രെയിനുകൾ ചൈനയിൽ നിന്ന് എത്തി. കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളുടെ നീക്കത്തിന് ഷിപ്പ് ടു ഷോർ യാർഡ് ക്രെയിനുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവയ്ക്ക് യാർഡിന് പുറത്തേക്ക് കണ്ടെയ്നർ നീക്കം സാധ്യമല്ലാത്തതിനാലാണ് പുതിയ സംവിധാനം. റീസ്റ്റാക്കർ എത്തിയതോടെ കണ്ടെയ്നറുകൾ യാർഡിന് പുറത്തുള്ള നിശ്ചിത സ്ഥാനത്തേക്ക് എത്തിക്കാനാകും. മികച്ച ചലനക്ഷമത, ഉയർന്ന ഭാരവാഹക ശേഷി എന്നിവ ഇവയുടെ പ്രത്യേകതകളാണെന്നും തുറമുഖ അധികൃതർ പറഞ്ഞു. ക്രെയിൻ ക്യാബിനുള്ളിലിരുന്നുള്ള ഓപ്പറേറ്ററാണ് പ്രവർത്തനം നിയന്ത്രിക്കുക. ഇഷ്ടാനുസരണം നീങ്ങി മുന്നിലെ ക്ലിപ്പുകളിൽ കണ്ടെയ്നർ ഉയർത്തി നിശ്ചിത സ്ഥാനങ്ങളിൽ എത്തിക്കും. ആദ്യഘട്ട പ്രവർത്തനത്തിന് 4 റീസ്റ്റാക്കറുകളാണ് വേണ്ടത്. ഇവയിൽ 2 എണ്ണമാണ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തെത്തിയത്. ശേഷിച്ചവ വരും ദിവസങ്ങളിലെത്തും. വിഴിഞ്ഞം തുറമുഖത്ത് കപ്പലുകളുടെ ബെർത്തിലെത്തിക്കുന്ന ദൌത്യം നിർവഹിക്കാൻ വിഴിഞ്ഞത്തേക്ക് അനുവദിച്ച 4ാമത്തെ ഡോൾഫിൻ ടഗും എത്തി. ഡോൾഫിൻ 29 ആണ് കഴിഞ്ഞ ദിവസം തുറമുഖ ബേസിനിലെത്തിയത്. നിലവിൽ 3 ഡോൾഫിൻ ടഗുകളും 4ാമതായി ഓഷ്യൻ സ്പാർക്കിൾ എന്ന താൽക്കാലിക ടഗുമാണ് ദൌത്യത്തിനായി ഉണ്ടായിരുന്നത്. ഡോൾഫിൻ 29 വന്നതോടെ താൽക്കാലിക ടഗ് വിഴിഞ്ഞത്തു നിന്നും യാത്രയായി. ഡോൾഫിൻ 29 കൂടാതെ ഡോൾഫിൻ 26, 27, 28 എന്നീ ടഗുകളാണുള്ളത്. കണ്ടെയ്നറുകൾ കപ്പലുകളെ കപ്പൽപാതയിൽ നിന്നും ബെർത്തിലേക്ക് എത്തിക്കുന്ന വഴികാട്ടൽ ദൌത്യം ഉൾപ്പെടെയുള്ള അകമ്പടി സുരക്ഷാ ദൌത്യ ചുമതലയാണ് ടഗുകൾക്കുള്ളത്. അതിനിടെ 5 മാസം നീണ്ട ട്രയൽ റൺ വിജയകരമായി പൂർത്തീകരിച്ചതോടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി പൂർത്തിയായി. ട്രയൽ റണ്ണിന്റെ ഭാഗമായി അൾട്രാ ലാർജ് മദർഷിപ്പുകൾ ഉൾപ്പെടെ 70 ചരക്ക് കപ്പലുകൾ എത്തുകയും 1.47 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്തതായി തുറമുഖ വകുപ്പ് മന്ത്രി വി. എൻ. വാസവൻ പറഞ്ഞു. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ്, അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സംയുക്തമായി എഗ്രിമെന്റ് പ്രകാരമുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചു. 1ാം ഘട്ട നിർമ്മാണവും ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതിന്റെ പ്രൊവിഷണൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൈമാറിയതായി മന്ത്രി കൂട്ടിച്ചേർത്തു. ഡിസംബർ 3 മുതൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷന് സജ്ജമായ വിഴിഞ്ഞം തുറമുഖം വഴി GST ഇനത്തിൽ 16.5 കോടി രൂപ ലഭിച്ചു. ഇതിൽ പകുതി തുക കേരളത്തിന് ലഭിക്കും. ഡിസംബറിൽ കമ്മീഷനിംഗ് നടത്താൻ സർക്കാർ നേരത്തെ ആലോചിച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനാലാണ് വൈകുന്നത് എന്നാണ് വിവരം. ജനുവരി ആദ്യവാരം തന്നെ കമ്മീഷനിംഗ് നടക്കുമെന്നാണ് സൂചനകൾ. വിഴിഞ്ഞം തുറമുഖത്തെ ജേഡ് സർവീസിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ MSSC ആരംഭിച്ചിട്ടുണ്ട്. ജേഡ് സർവീസസ് വിഭാഗത്തിൽ അംഗത്വം ലഭിക്കുന്ന രാജ്യത്തെ ഏക തുറമുഖമാണ് വിഴിഞ്ഞം. ഇതോടെ കൂടുതൽ കപ്പലുകൾ എത്തുമെന്നും നികുതി വരുമാനം വർദ്ധിക്കുമെന്നുമാണ് പ്രതീക്ഷ. അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സന്ദർശിച്ച ജാപ്പനീസ് ബ്രോക്കറേജ് സ്ഥാപനമായ നുവാമ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഓഹരികൾക്ക് ബൈ റേറ്റിംഗ് നിലനിർത്തി. കമ്പനിക്ക് 64% വളർച്ചയുണ്ടാകുമെന്ന് പ്രവചിച്ച നുവാമ ഓഹരിയുടെ ലക്ഷ്യവില 1960 രൂപയായി ഉയർത്തി. 2030 1 ബില്യൺ ടൺ കാർഗോ വിഴിഞ്ഞം തുറമുഖം വഴി കൈകാര്യം ചെയ്യുമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ പ്രതീക്ഷ. അതിനിടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ 1ാം ഘട്ടത്തിന്റെ പ്രൊവിഷണൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൈമാറി. ചെന്നൈ IITയുടെ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് സർട്ടിഫിക്കറ്റ് നൽകിയത്. ടീം ലീഡർ ആർ കറുപ്പയ്യ മന്ത്രി വി. എൻ. വാസവന് സർട്ടിഫിക്കറ്റ് കൈമാറി. കമ്മീഷനിംഗ് ചടങ്ങ് പ്രധാനമന്ത്രിയുടെ സമയം ലഭിക്കുന്ന മുറയ്ക്ക് നടത്തുമെന്ന് മന്ത്രി വി. എൻ. വാസവൻ പറഞ്ഞു. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് നിരാശാജനകമാണ്. കേരളത്തോട് കാണിക്കുന്ന വിവേചനമാണിത്. എന്നാൽ ഇതിന്റെ പേരിൽ തുറമുഖത്തിന്റെ വികസന പ്രവർത്തനം തടസ്സപ്പെടില്ലെന്നും പ്രശ്നം വീണ്ടും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.